أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ ഹദ്രത്ത് സാദ് ബിൻ മുആസിനെ കുറിച്ച് പറയുകയായിരുന്നു. ബദർ യുദ്ധത്തിൽ അദ്ദേഹം തന്റെ ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും കൂറിന്റെയും പ്രകടനം കാഴ്ചവെച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ പരാമർശിച്ചിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തന്റേതായ ശൈലിയിൽ ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരാൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളിലും അകപ്പെടരുത് എന്ന് അയാൾ സ്വാഭാവികമായും ആഗ്രഹിക്കും. അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന വ്യക്തി ഒരു യുദ്ധത്തിലും കലഹത്തിലും അകപ്പെടരുത് എന്നും അതിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെടാനായി തന്നാലാവുന്നത് അയാൾ പരിശ്രമിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയായിരുന്നു സഹാബാക്കളും. അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. സഹാബാക്കൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ സഹാബാക്കൾ ഒരിക്കലും തന്നെ ഞങ്ങൾ എന്തിനാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, യുദ്ധത്തിന് പോകുന്നത് എന്ന കാര്യത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്നതായിരുന്നു അവർക്ക് അനിഷ്ടകരമായിരുന്നത്. എല്ലാ പ്രേമികളും തങ്ങളുടെ പ്രേമഭാജനങ്ങളോട് അനുവർത്തിക്കുന്ന സ്വാഭാവികമായ ഒരു വികാരവും താല്പര്യവുമായിരുന്നു അത്. അതുകൂടാതെ നമുക്ക് ചരിത്രത്തിൽ നിന്നും ഇതു സംബന്ധമായ ഒരുപാട് തെളിവുകളും ലഭിക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ മൈതാനത്തിന് അടുത്തെത്തിയപ്പോൾ അങ്ങ് സഹാബാക്കളോട് പറഞ്ഞു, അല്ലാഹു എനിക്ക് ഇപ്രകാരം അറിവ് നൽകിയിരിക്കുന്നു, അറിയിപ്പ് തന്നിരിക്കുന്നു. നാം യുദ്ധം ചെയ്യുക ചെറു യാത്രാ സംഘത്തോടായിരിക്കില്ല, മറിച്ച് സൈന്യത്തോടാണ്. തുടർന്ന് അങ്ങ് അവരോട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുതിർന്ന സഹാബാക്കൾ ഇക്കാര്യം കേട്ടപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റുകൊണ്ട് തങ്ങളുടെ ജീവിതം ഇതിനുവേണ്ടി സമർപ്പിക്കുന്ന നിലയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി. അവർ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള സേവനങ്ങൾക്കും ഞങ്ങൾ സന്നദ്ധരാണ്. ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പ്രഭാഷണം നടത്തുകയും പിന്നീട് അത് അവസാനിപ്പിച്ചിരിക്കുകയും ചെയ്താൽ അടുത്ത വ്യക്തി എഴുന്നേറ്റുകൊണ്ട് തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുമായിരുന്നു. അയാൾ ഇരുന്നാൽ മൂന്നാമതും ഇതുപോലെ തന്നെ തുടരുമായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരും ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. അതായത് ദൈവകൽപ്പനയുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും യുദ്ധം ചെയ്യുന്നതാണ് എന്ന് അവർ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നും, അല്ലയോ ജനങ്ങളെ, എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനുള്ള കാരണം അതുവരെ എഴുന്നേറ്റ് പ്രസംഗിച്ചവർ എല്ലാവരും തന്നെ മുഹാജിരീങ്ങളായിരുന്നു. അങ്ങ് ആവർത്തിച്ച് ഇക്കാര്യം ചോദിച്ചപ്പോൾ സാദ് ബിൻ മുആസ് എന്ന ഔസ് ഗോത്ര തലവൻ അങ്ങയുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അൻസാറുകളുടെ ഭാഗത്തു നിന്നും എഴുന്നേറ്റു നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, താങ്കളുടെ സമക്ഷം
ഒരുപാട് പേർ അഭിപ്രായം നൽകി കഴിഞ്ഞു. साद बिन मुआज എന്നിട്ടും എന്നോട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്ന് താങ്കൾ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം താങ്കൾ അൻസാറുകളുടെ അഭിപ്രായം ആരായുകയാണോ ചെയ്യുന്നത്? ഇതുവരെ ഞങ്ങൾ മൗനം പാലിച്ചതിനുള്ള ഒരേ ഒരു കാരണം, ഞങ്ങൾ യുദ്ധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ മുഹാജിരിങ്ങൾ കരുതിയേക്കാം ഞങ്ങൾ അവരുടെ ആളുകളുമായി, അവരുടെ സഹോദരങ്ങളുമായി യുദ്ധം ചെയ്യാനും അവരെ വധിക്കാനും ആഗ്രഹിക്കുന്നു എന്ന്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, शायद मुहाजिरीन के साथ താങ്കൾ അക്ബ ബയ്യത്ത് വേളയിൽ हमारे भाइयों से लड़ना ഞങ്ങളുമായി നടത്തിയ ഉടമ്പടിയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? ഞങ്ങൾ അതിൽ ഒരു നിബന്ധന വെക്കുകയുണ്ടായി. അതായത് ശത്രുക്കൾ മദീനയ്ക്കുമേൽ ആക്രമണം നടത്തിയാൽ മാത്രം പ്രതിരോധിക്കാനായി താങ്കളോടൊപ്പം ഞങ്ങളും വരുമെന്നും മദീനയ്ക്കു വെളിയിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഞങ്ങളുടെ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകുകയില്ല എന്നും. हमला करेगा അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. സാദ് ബിൻ മാസ് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, तो हम इस जिम्मे താങ്കളെ മദീനയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് फरमाया താങ്കളുടെ സ്ഥാന മഹാത്മ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു. जबकि हम ഞങ്ങൾക്ക് താങ്കളുടെ യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ കണ്ണിൽ ആ ഉടമ്പടിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അതായത് അക്ബ ബയ്യത്തുവേളയിൽ നടത്തിയ ഉടമ്പടി ഒരു സാധാരണ ഉടമ്പടിയായിരുന്നു. അത് ഭൗതിക സാഹചര്യത്തിലായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങളുടെ ആത്മീയമായ കണ്ണുകൾ തുറന്നിരിക്കുന്നു. ഇതിനുശേഷവും ആ ഉടമ്പടിക്ക് യാതൊരു പ്രാധാന്യവുമില്ല, യാഥാർത്ഥ്യവുമില്ല. ഇനി താങ്കൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകാം, ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാകും. അള്ളാഹുവിനെ കൊണ്ട് സത്യം, താങ്കൾ കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാണ്. അക്കാര്യത്തിൽ നിന്നും ഞങ്ങളിൽ ഒരാൾ പോലും अगर आप हमें പിറകിൽ നിൽക്കുന്നതല്ല. അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, और हम में ഞങ്ങൾ താങ്കളുടെ മുമ്പിലും പിമ്പിലും या रसूलुल्लाह പൊരുതുന്നതാണ്. അതുപോലെ താങ്കളുടെ ഇടവും വലവും ഞങ്ങൾ പൊരുതുന്നതാണ്. ശത്രുക്കൾക്ക് ഞങ്ങളുടെ മൃതദേഹം ചവിട്ടി മെതിച്ച് മാത്രമേ താങ്കളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു സൂറ റാദിന്റെ 12-ാമത്തെ ആയത്തിന്റെ ഈ പറയുന്ന ഭാഗം ഓതി കേൾപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി. അതായത് അദ്ദേഹത്തിന് മുമ്പിൽ मौके बात അതുപോലെ അദ്ദേഹത്തിന് പിമ്പിലും സഞ്ചരിക്കുന്ന मिन खल्फी സംരക്ഷകർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. मौके बात ഇതിന്റെ വ്യാഖ്യാനം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമുള്ള കാലഘട്ടം മുഴുവനും ഈ സംരക്ഷണത്തിനുള്ള തെളിവ് ലഭിക്കുന്നുണ്ട്. അള്ളാഹു की तफसीर അങ്ങയ്ക്ക് മുമ്പിലും പിമ്പിലും സംരക്ഷകരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മക്കയിലുള്ള അങ്ങയുടെ ജീവിതത്തിൽ അങ്ങയെ സംരക്ഷിച്ചിരുന്നത് മലക്കുകളായിരുന്നു. അല്ലായെങ്കിൽ അത്രയും ശത്രുക്കൾ आगे और पीछे हमने वापस അങ്ങയെ വളഞ്ഞിട്ടും ജീവനോടെ അങ്ങയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും മദീനയിൽ വന്നതിനു ശേഷം 2 തരത്തിലുള്ള സംരക്ഷണങ്ങളും वरना इसका അങ്ങയ്ക്ക് ലഭിക്കുകയുണ്ടായി. ആകാശത്തു നിന്നുള്ള മലക്കുകളുടെയും അതുപോലെ ഭൂമിയിൽ നിന്നുള്ള മലക്കുകളുടെയും, അതായത് സഹാബാക്കളുടെ. मदीना तशरीफ ला ബദർ യുദ്ധവും ബാഹ്യവും ആന്തരികവുമായ സംരക്ഷണത്തെ മനസ്സിലാക്കി തരുന്ന ഒരു ഉദാത്തമായ ഉദാഹരണമാണ്. आसमानी फरिश्तों की ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ यानी साहब റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വാസികളുമായി ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. അതായത് बात नहीं हिफाजत മദീനയ്ക്ക് വെളിയിൽ അങ്ങ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ മദീനക്കാർ അങ്ങയോടൊപ്പം പോകേണ്ടത് നിർബന്ധമല്ല എന്ന്. ബദർ യുദ്ധത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോടും മുഹാജിരിങ്ങളോടും യുദ്ധം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞു. बदर की लड़ाई में മുഹാജിരിങ്ങൾ അടിക്കടി മുന്നോട്ട് വന്നുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകൾ കേട്ടിട്ടുകൂടി, അല്ലയോ ജനങ്ങളെ, എനിക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ ഒരു അൻസാരിയായ സാദ് ബിൻ മാസ് പറഞ്ഞു, അല്ലയോ साद बिन मुआज അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. हमसे അപ്പോൾ അദ്ദേഹം പറഞ്ഞു, हजूर ने फरमाया ഞങ്ങളുമായി താങ്കൾ ഒരു ഉടമ്പടി ചെയ്തു എന്ന കാര്യം ശരി തന്നെ.
അതായത് മദീനക്ക് വെളിയിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളുടെ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്ന്. എന്നാൽ ആ സമയം സ്ഥിതി വേറെയൊന്നായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകഴിഞ്ഞു, അള്ളാഹുവിന്റെ സത്യവാനായ റസൂലാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ഇനി ഒരു അഭിപ്രായം തേടുന്ന ആവശ്യമേയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പോലും തയ്യാറാണ്. മൂസയുടെ സഹാബാക്കളെപ്പോലെ ഞങ്ങൾ ഒരിക്കലും തന്നെ നീയും നിന്റെ നാഥനും ചെന്ന് യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് എന്ന് പറയുകയില്ല. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയ മുഅഖിബാത്തിൽ ഈ ആത്മാർത്ഥരായ സഹാബാക്കളും ഉൾപ്പെടുന്നു. ഒരു സഹാബി പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ 13 യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ എന്റെ ഹൃദയാഭിലാഷം എന്നും ഉണ്ടായത് എനിക്ക് ഈ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നതിനു പകരം സാദ് ബിൻ മുആദ് തന്റെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും പ്രകടനം കാഴ്ചവെച്ചതുപോലെ എനിക്കും പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നായിരുന്നു. ബദർ യുദ്ധവേളയിൽ ഹസ്രത്ത് സാദ് ബിൻ മുആദിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സീറത്ത് ഖാത്തമുൻ നബിയീനിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഇപ്രകാരം എഴുതുന്നു, ഇസ്ലാമിക സൈന്യം താവളമടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം യുദ്ധാടിസ്ഥാനത്തിൽ അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഹബാബ് ബിൻ മുൻസിർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ സ്ഥലം തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണോ അതോ വെറും ഒരു സൈനിക നീക്കം എന്ന നിലയിലാണോ? അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സംബന്ധിച്ച് ദൈവിക കൽപ്പനകളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് താങ്കൾ താങ്കളുടെ അഭിപ്രായം എന്നോട് പറയുക. അപ്പോൾ ഹബാബ് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്ഥലം അത്ര നല്ലതല്ല യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഖുറൈശികളുടെ അടുത്തുള്ള അരുവി, അതായത് ജലസ്രോതസ്സിൽ, അവിടെ പോയി തമ്പടിക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ച് എനിക്കറിയാം, അവിടെയുള്ളത് നല്ല ജലമാണ്, അതുപോലെ ഒരുപാട് വെള്ളവും അവിടെ പൊതുവെ ഉണ്ടാകാറുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഭിപ്രായത്തെ ഇഷ്ടപ്പെടുകയും അങ്ങോട്ട് പോകുകയും ചെയ്തു. ഖുറൈശികൾ കുന്നിൻ ചെരുവിന്റെ മറുഭാഗത്തായിരുന്നു തമ്പടിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ജലസ്രോതസ് കാലിയായിരുന്നു. അവിടെ മുസ്ലിങ്ങൾ പോയി അവിടെ തമ്പടിച്ചു. എന്നാൽ ഖുറാനിൽ നിന്നും സൂചനകൾ ലഭിക്കുന്നത് ആ ജലസ്രോതസ്സിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ടായി എന്നാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ നിലകൊണ്ടിരുന്ന ആ താഴ്വാരത്തിന്റെ ഭാഗം എന്നതും അത്ര നല്ലതായിരുന്നില്ല. അവിടെ ഒരുപാട് മണലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ അടിയുറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്ഥലം തിരഞ്ഞെടുത്തതിനു ശേഷം സാദ് ബിൻ മുആസ് എന്ന ഔസ് ഗോത്ര പ്രമാണിയുടെ നിർദ്ദേശപ്രകാരം സഹാബാക്കൾ ആ മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു ടെന്റും തയ്യാറാക്കി. സാദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു സവാരി മൃഗവും ആ ടെന്റിനോട് ചേർത്തു കെട്ടി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഈ ടെന്റിനകത്ത് വിശ്രമിച്ചാലും അള്ളാഹുവിന്റെ നാമവും എടുത്തു ഞങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നതാണ്. അള്ളാഹു ഞങ്ങൾക്ക് വിജയമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. അൽഹംദുലില്ലാ. എന്നാൽ സ്ഥിതി തിരിച്ചാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതെ പോകട്ടെ. താങ്കൾ ഏതു വിധേനയും ഈ സവാരി മൃഗത്തെയും എടുത്തുകൊണ്ട് മദീനയിലെത്തണം. ഈ ടെന്റിനോട് ചേർന്നുകൊണ്ട് ഒരു മുന്തിയ ഇനം ഒട്ടകത്തെ കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, മദീനയിൽ എത്തിയാൽ അവിടെ ഞങ്ങളുടെ സഹോദരങ്ങളും ബന്ധുക്കളും ഉണ്ടാകും. താങ്കളോടുള്ള സ്നേഹത്തിലും ആത്മാർത്ഥതയിലും അവർ യാതൊരു കുറവും വരുത്തുന്നതല്ല. ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ അത് ഒരു യുദ്ധത്തിൽ കലാശിക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ ഞങ്ങളോടൊപ്പം വരാതിരുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ അവർ താങ്കളെ രക്ഷിക്കാനായി ജീവൻ മരണ പോരാട്ടം തന്നെ നടത്താൻ മടിക്കില്ല. ഇത് എന്തായാലും സാദിന്റെ ആവേശവും ആത്മാർത്ഥതയുമായിരുന്നു. അത് അഭിനന്ദനാർഹവുമാണ്. എന്നാൽ
അള്ളാഹുവിന്റെ റസൂൽ ഒരു മൈതാനം വിട്ട് ഓടുന്നതെങ്ങനെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധങ്ങളിലും മുൻനിരയിൽ നിലകൊണ്ടിരുന്നു. ये साथ ഹുനൈൻ യുദ്ധവേളയിൽ ആ മൈതാനത്തിൽ നിന്നും 12,000 പേർ അടങ്ങുന്ന സൈന്യം പുറംതിരിഞ്ഞോടിയപ്പോഴും खुदा के रसूल തൗഹീദിന്റെ കേന്ദ്രമായ അങ്ങ് തന്റെ സ്ഥാനത്ത് നിന്നും सल्लम तो सब അണുവിട പോലും ഇളകുകയുണ്ടായില്ല. चुनाचे हुनैन के मैदान में എന്തായാലും ടെന്റ് തയ്യാറാക്കപ്പെട്ടു. സാദ് പറഞ്ഞ പ്രകാരം അതുപോലെ സാദും ചില അൻസാരിങ്ങളും ചേർന്നുകൊണ്ട് ആ ടെന്റിനു ചുറ്റും കാവൽ നിൽക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദ്രത്ത് അബൂബക്കറും ആ ടെന്റിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ അള്ളാഹുവിന്റെ സമക്ഷം വിലപിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. എഴുതുന്നു, ആ സൈന്യത്തിലുള്ള എല്ലാവരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ രാത്രി അവരവരുടെ ഊഴം പ്രകാരം ഉറങ്ങുകയുണ്ടായി. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. ഉഹദ് യുദ്ധ അവസരത്തിൽ ജുമയുടെ രാത്രി ഹസ്രത്ത് സാദ് ബിൻ മാസ്, ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുസൈർ, ഹസ്രത്ത് സാദ് ബിൻ ഉബാദ എന്നിവർ മസ്ജിദ് നബവിയിൽ ആയുധങ്ങളുമേന്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാറാവ് നിന്നു. ഉഹദ് യുദ്ധ അവസരത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അമ്പും വില്ലുമേന്തി അതുപോലെ കുന്തവും എടുത്തുകൊണ്ട് മദീനയിൽ നിന്നും പുറപ്പെട്ടു. അപ്പോൾ 2 സാധുമാരും, അതായത് ഹസ്രത്ത് സാദ് ബിൻ മുആസും ഹസ്രത്ത് സാദ് ബിൻ ഉബാദയും അങ്ങയുടെ മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവർ പടച്ചട്ടകൾ അണിഞ്ഞിരുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഉഹദ് യുദ്ധത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു വലിയ സംഘത്തോടൊപ്പം അസർ നമസ്കാരത്തിന് ശേഷം മദീനയിൽ നിന്നും പുറപ്പെട്ടു. ഔസ് ഖസ്റജ് ഗോത്ര നേതാക്കളായ സാദ് ബിൻ മാസ്, സാദ് ബിൻ ഉബാദ എന്നിവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലായിക്കൊണ്ട് പതിയെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മറ്റു സഹാബാക്കൾ അങ്ങയുടെ ഇടത്തായും വലത്തായും അതുപോലെ പിറകിലായും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അങ്ങ് കുതിരയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഹസ്രത്ത് സാദ് ബിൻ മാസിന്റെയും ഹസ്രത്ത് സാദ് ബിൻ ഉബാദയുടെയും സഹായത്തോടെയായിരുന്നു അങ്ങയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചത്. ഹസ്രത്ത് സാദ് ബിൻ മാസിന്റെ മാതാവിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിരറ്റ സ്നേഹമായിരുന്നു. അതേക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം വിവരിക്കുന്നു, ഉഹദ് യുദ്ധത്തിനു ശേഷം മടങ്ങി വരുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവാരി മൃഗത്തിന്റെ കടിഞ്ഞാൺ ഹസ്രത്ത് സാദ് ബിൻ മാസ് ആയിരുന്നു പിടിച്ചിരുന്നത്. അദ്ദേഹം വളരെ അഭിമാനത്തോടെയായിരുന്നു നടന്നു വന്നിരുന്നത്. യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനും വധിക്കപ്പെടുകയുണ്ടായി. മദീനയുടെ അടുത്തെത്തിയപ്പോൾ ഹസ്രത്ത് സാദ് തന്റെ മാതാവിനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ഇത് എന്റെ മാതാവാണ് വരുന്നത്. ഹസ്രത്ത് സാദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന് അപ്പോൾ 80-82 വയസ്സായിരുന്നു പ്രായം. അവരുടെ കണ്ണിൽ തീരെ കാഴ്ചയുണ്ടായിരുന്നില്ല. വെയിലും വെളിച്ചവും പോലും അവർക്ക് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായി എന്ന വാർത്ത മദീനയിലാകെ പരന്നിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്തിനെ കുറിച്ച് കേട്ടപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ ഏന്തി വലിഞ്ഞുകൊണ്ട് മദീനയ്ക്ക് പുറത്തു വന്നു. അവിടെ വെച്ച് ഹദ്രത്ത് സാദ് അവരെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മയാണ് വരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മാതാവിന്റെ അടുത്ത് എത്തിയാൽ ഈ സവാരി മൃഗത്തെ നീ തടഞ്ഞു നിർത്തുക. അങ്ങനെ അവരുടെ അടുത്ത് എത്തിയപ്പോൾ ആ സവാരിയെ അവിടെ തടഞ്ഞു. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ തന്റെ മക്കളെക്കുറിച്ച് യാതൊരു കാര്യവും അന്വേഷിച്ചിരുന്നില്ല. മറിച്ച് ഒരു കാര്യം മാത്രമേ അവർ ചോദിച്ചിരുന്നുള്ളൂ, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എന്ന് മാത്രമായിരുന്നു. ഹസ്രത്ത് സാദ് മറുപടി പറഞ്ഞു, അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ തന്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആ ദുർബലമായ കണ്ണുകളോടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ മാതാവേ, താങ്കളുടെ യുവാവായ മകൻ ഈ യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്നു എന്ന കാര്യം വ്യസനസമേതം ഞാൻ അറിയിക്കുകയാണ്. വാർദ്ധക്യത്തിൽ ഇത്തരമൊരു വാർത്ത കേട്ടാൽ ആർക്കും തന്നെ ബോധക്ഷയമുണ്ടാകും. എന്നാൽ ആ വൃദ്ധ വളരെ സ്നേഹത്തോടുകൂടി മറുപടി നൽകി, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? താങ്കൾ സുഖത്തിലാണോ എന്ന് മാത്രമായിരുന്നു എനിക്ക് ചിന്തയുണ്ടായിരുന്നത്.
ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം വിവരിച്ചുകൊണ്ട് സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അഹ്മദി സ്ത്രീകൾക്കും തബ്ലീഗ് ചെയ്യുക നിർബന്ധമാണ്. അതേക്കുറിച്ച് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ പ്രചരണവും തബ്ലീഗും പുരുഷന്മാരോട് കിടപിടിക്കുന്ന വിധത്തിൽ ചെയ്ത സ്ത്രീകളായിരുന്നു അവർ. അവരുടെ ത്യാഗങ്ങളെക്കുറിച്ച് ഓർത്ത് ഇസ്ലാമിക ലോകം ഇന്നും അഭിമാനം കൊള്ളുന്നു. ഇന്ന് ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്ന, ഹസ്രത്ത് മസീമോദ് ഇസ്ലാമിനെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന സ്ത്രീകളാണ് നിങ്ങൾ. ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിച്ഛായയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹാബിയ വനിതകളുടെ പ്രതിച്ഛായ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുക, നിങ്ങളുടെ ഉള്ളിലും ദീനിനെ കുറിച്ച് അതേ പ്രകാരമുള്ള, അതായത് സഹാബിയ വനിതകളുടെ ഇതുപോലുള്ള ആവേശമുണ്ടോ? നിങ്ങളുടെ അകത്തും അവരുടെ ഇതുപോലുള്ള പ്രകാശമുണ്ടോ? നിങ്ങളുടെ സന്താനങ്ങളും അവരുടേതുപോലെ സൽസന്താനങ്ങളാണോ? നിങ്ങൾ അവധാനപൂർവം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സഹാബിയ വനിതകളെക്കാൾ ഒരുപാട് പിറകിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സഹാബിയാക്കൾ നടത്തിയ ത്യാഗങ്ങൾ ഇന്നും ലോകത്ത് സമാനതകളില്ലാത്തതാണ്. അവരുടെ ത്യാഗങ്ങളും അവരുടെ ജീവൻ മരണ പോരാട്ടങ്ങളും അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അള്ളാഹു അവർക്ക് പെട്ടെന്ന് തന്നെ വിജയം നൽകുകയുണ്ടായി. മറ്റു സമുദായങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ടുപോലും ചെയ്തു തീർക്കാത്ത കാര്യങ്ങൾ ഈ സഹാബാക്കളും സഹാബിയമാരും ചേർന്ന് ഏതാനും വർഷങ്ങൾക്കകം ചെയ്തു തീർക്കുകയുണ്ടായി. അഹമ്മദി സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റു ഖുലഫാക്കൾ പറഞ്ഞിരുന്നതുപോലെ, ഞാനും അടിക്കടി പറയുന്നത് പോലെ, പുരുഷന്മാരും തങ്ങളുടെ മാതൃക സഹാബാക്കളുടേതുപോലെ ആക്കേണ്ടതാണ്. അവർ തങ്ങളുടെ വാദം ഉള്ളതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ലോകത്തെ ഇസ്ലാമിക പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരാനും അവർ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സഹാബാക്കളുടെ മാതൃക മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ക്രിസ്തീയ ലോകം മഗ്ദലന മറിയമിയെയും അതുപോലെ അവരുടെ സ്ത്രീകളെയും കുറിച്ച്, അവരുടെ ധീരതയെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കുന്നു. അതായത് അവർ ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പ്രഭാത സമയത്ത് മസീഹിന്റെ ഖബറിടത്തിൽ പോവുകയുണ്ടായി. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയങ്കരനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്ന ആത്മാർത്ഥതയുള്ള സഹാബിയ വനിതകളെ നോക്കുക. അവർ ഏത് സ്ഥിതിഗതികളിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ടിരുന്നത്? അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നു തൗഹീദിന്റെ പതാക ഉയർത്തിപ്പിടിച്ചിരുന്നത്? ഇതുപോലുള്ള അർപ്പണത്തിന്റെയും ആത്മാർത്ഥതയുടെയും മറ്റുദാഹരണങ്ങളും ചരിത്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. രണ്ടാമതും ഹദ്രത്ത് സാദ് ബിൻ മാസിന്റെ മാതാവിന്റെ ഒരു ഇതുപോലുള്ള സംഭവം മുസ്ലിം മൗദ് വിവരിക്കുന്നുണ്ട്. ശുഹദാക്കളെ മറവാടിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തിരിച്ച് മദീനയിലേക്ക് വരികയുണ്ടായി. അവിടെ അവരെ സ്വീകരിക്കാനായി സ്ത്രീകളും കുട്ടികളും മദീനയ്ക്ക് വെളിയിൽ വരികയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ സാദ് ബിൻ മാസ് എന്ന മദീന ഗോത്ര തലവന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ അഭിമാനത്തോടെയായിരുന്നു നടന്നു വന്നിരുന്നത്. അദ്ദേഹം ചിലപ്പോൾ ഈ ലോകത്തിനോട്, നോക്കൂ, ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുരക്ഷിതമായി തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിച്ചു കാണും. മദീനക്ക് അടുത്തെത്തിയപ്പോൾ ആ വൃദ്ധയായ മാതാവ്, അവർക്ക് കാഴ്ച തീരെ കുറവായിരുന്നു. ഉഹദിൽ അവരുടെ ഒരു മകൻ അംർ ബിൻ മാസ് വധിക്കപ്പെടുകയുമുണ്ടായി. ആ മാതാവിനെ കണ്ടപ്പോൾ സാദ് ബിൻ മാസ് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ഉമ്മി, അതായത് ഇത് എന്റെ മാതാവാണ് വരുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞു, ഇവർ അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുമായാണ് വന്നിരിക്കുന്നത്. ആ വൃദ്ധ മുന്നോട്ട് വന്നുകൊണ്ട് തന്റെ ദുർബലമായ കണ്ണുകൾ കൊണ്ട് എവിടെയാണ് റസൂലുള്ള എന്ന് റസൂലുള്ളാഹിയുടെ മുഖം തിരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അവർ തിരിച്ചറിഞ്ഞതും
അവർ അതീവ സന്തോഷവതിയായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ യുവാവായ മകൻ ഷഹീദായി എന്ന കാര്യം ഞാൻ ദുഃഖത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ ആ സൽപ്രകൃതയായ സ്ത്രീ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ സുരക്ഷിതമായി തിരിച്ചു വന്നത് കണ്ടതിനു ശേഷം ഞാൻ എന്റെ എല്ലാ പ്രയാസങ്ങളെയും ചുട്ടു തിന്നിരിക്കുന്നു. പ്രയാസങ്ങളെ ചുട്ടു തിന്നുക എന്നത് ഒരു വിചിത്രമായ ഒരു ശൈലി പ്രയോഗമാണ്. അതിൽ നിന്നും സ്നേഹത്തിന്റെ അഗാധ സ്പർശിയായ വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ മനുഷ്യനെ ദുഃഖം കാർന്നു തിന്നാറുണ്ട് എന്ന് പറയും. ആ സ്ത്രീ, വൃദ്ധയായ ആ സ്ത്രീ, അവർ നന്നേ അവശയായിരുന്നു. എന്നിട്ടും ധൈര്യപൂർവം പറയുന്നത്, എന്റെ മകന്റെ വേർപാടിന്റെ ദുഃഖം എന്നെ കാർന്നു തിന്നുന്നില്ല. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോട് തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ദുഃഖത്തെ ഞാൻ സഹിച്ചിരിക്കുന്നു, തിന്നിരിക്കുന്നു. എന്റെ മകന്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ല. അത് എനിക്ക് ഒരു ആഘാതവും സൃഷ്ടിക്കുന്നില്ല. കാരണം അവൻ ജീവൻ നൽകിയിരിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയാണ് എന്ന കാര്യം എനിക്ക് കൂടുതൽ ഊർജം പകരുന്നു. അതുപോലെ അക്കാര്യം ഓർത്ത് എനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് അൻസാറുകളെ പ്രശംസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ അൻസാറുകളെ, നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം തെണ്ടമായിരിക്കട്ടെ. നിങ്ങൾ ഒരുപാട് പുണ്യം സമ്പാദിച്ചിരിക്കുന്നു. കാബ് ബിൻ അഷ്റഫ് ഒരുപാട് ഇസ്ലാമിനെതിരെ ഗൂഢ പദ്ധതികൾ മെനയുകയുണ്ടായി. അയാൾ ഇസ്ലാമിനെതിരെ ശത്രുതയും വിദ്വേഷവും മറ്റുള്ളവരുടെ ഇടയിൽ ഉളവാക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ശ്രമം പോലും അയാൾ നടത്തുകയുണ്ടായി. ആ വധശ്രമത്തിന് ശിക്ഷ എന്നോണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വധശിക്ഷയും നൽകുകയുണ്ടായി. ആ തീരുമാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർ ഗോത്ര തലവനായ ഹസ്രത്ത് സാദ് ബിൻ മാസിന്റെയും അഭിപ്രായം എടുത്തിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ, അതായത് ആ ശിക്ഷ എങ്ങനെയാണ് നടപ്പിലാക്കിയത്, കാബ് ബിൻ അഷ്റഫിനെ വധിച്ചതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നൊക്കെ കുറച്ചു മുമ്പ് രണ്ട് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഞാൻ വിവരിച്ചിരുന്നു. അതിന്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇവിടെ വിവരിക്കാം. അത് ഹസ്രത്ത് സാദ് ബിൻ മാസുമായി ബന്ധമുള്ളതാണ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഉദ്ധരണികൾ സീറത്ത് ഖാത്തമുൻ നബിയ്യീനിൽ തന്നെ ഉള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജ്റത്ത് ചെയ്തുകൊണ്ട് വന്നപ്പോൾ കാബ് ബിൻ അഷ്റഫ് മറ്റു യഹൂദികളോടൊപ്പം ചേർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു ഉടമ്പടിയിൽ ചേരുകയുണ്ടായി. അതായത് യഹൂദികളുമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പര സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും അതുപോലെ സഹവർത്തിത്വത്തിന്റെയും ഒരുമിച്ച് നിന്ന് പ്രതിരോധം നടത്തുന്നതിനെയും കുറിച്ച് ഒരു ഉടമ്പടി തയ്യാറാക്കുകയുണ്ടായി. ആ ഉടമ്പടിയിൽ മറ്റുള്ളവരോടൊപ്പം കാബും പങ്കെടുത്തിരുന്നു. എന്നാൽ കാബിന്റെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ച് ശത്രുതയും വെറുപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ കുതന്ത്രങ്ങൾ മെനഞ്ഞും ഗൂഢ പദ്ധതികൾ ആസൂത്രണം ചെയ്തും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വന്ധ്യസ്ഥാപകനെയും എതിർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കാബ് എല്ലാ വർഷവും യഹൂദി പണ്ഡിതന്മാരെയും യഹൂദി ആചാര്യന്മാരെയും വിളിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരിക്കൽ അയാൾ ആ യഹൂദി ആചാര്യന്മാരെ വിളിച്ചുകൊണ്ട് അവരോട് അവരുടെ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങ് സത്യവാനാണോ അല്ലയോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ബാഹ്യദൃഷ്ട്യാ നോക്കുമ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്ത നമ്മുടെ അധ്യാപനങ്ങളിലുള്ള പ്രവാചകനാണ് ഇദ്ദേഹം എന്ന്. കാബ് ഇസ്ലാമിന്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വലിയ വിരോധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മറുപടി കേട്ടതും അയാൾ പ്രകോപിതനായി. അയാൾ അവരെ നിങ്ങൾ മടിയന്മാരാണ് എന്ന് പറഞ്ഞ് അവരെ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവർക്ക് സാധാരണയായി കൊടുത്തിരുന്ന ദാനധർമ്മങ്ങൾ ഒന്നും കൊടുക്കാതെ തിരിച്ചു പോവുകയുണ്ടായി. ദാനധർമ്മങ്ങൾ നിലച്ചുപോയപ്പോൾ, അതായത് അവർക്കുള്ള വരുമാന മാർഗം നിലച്ചപ്പോൾ, കുറച്ചു കഴിഞ്ഞതിനു ശേഷം അവരെല്ലാവരും കാബിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടാമതും ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുകയുണ്ടായി. ഇപ്പോഴും പൈസയുടെ കാര്യം വന്നാൽ മൗലവിമാർ
അത് ഉപേക്ഷിക്കുന്നതല്ല. അവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അവർ പറഞ്ഞു, രണ്ടാമതും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട നബിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വളരെയധികം സന്തോഷിച്ചു. അവർക്ക് രണ്ടാമതും പണം നൽകുകയുണ്ടായി. അതായത് അവർക്ക് നൽകിയിരുന്ന ദാനധർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകുകയുണ്ടായി. എന്തായാലും യഹൂദി പണ്ഡിതന്മാരുടെ തന്റെ പക്ഷത്ത് അയാൾ ചേർത്തത് ഒരു സാധാരണ സംഭവമായിരുന്നു. എന്നാൽ ഒരു അപകടകരമായ സംഭവം കൂടി ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിനു ശേഷം അയാൾ ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയുണ്ടായി, കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. അതിന്റെ ഫലമായി മുസ്ലിങ്ങൾക്ക് വളരെ അധികം അരക്ഷിതാവസ്ഥ നേരിടേണ്ടി വന്നു. ബദർ യുദ്ധവേളയിൽ മുസ്ലിങ്ങൾക്ക് അസാധാരണമായ നിലയിൽ വിജയം ലഭിച്ചപ്പോൾ ആ അവസരത്തിൽ മക്കയിലെ ഖുറൈശികളുടെ മിക്ക നേതാക്കന്മാരും വധിക്കപ്പെട്ടപ്പോൾ അയാൾ മനസ്സിലാക്കി, ഈ പുതിയ മതം അങ്ങനെയൊന്നും അവസാനിക്കുകയില്ല. അവർ കരുതിയിരുന്നത് ഈ മതം സ്വയം തന്നെ ഇല്ലാതാകും എന്നായിരുന്നു. എന്നാൽ ഇത് പ്രചരിച്ചുകൊണ്ടു പോകുന്നതാണ് എന്ന് ബദർ യുദ്ധത്തിനു ശേഷം അവർ മനസ്സിലാക്കിയപ്പോൾ അയാൾ ഇസ്ലാമിനെ നാമാവശേഷമാക്കാൻ, ഉന്മൂലനം ചെയ്യാൻ എല്ലാ അവസരങ്ങളും മുതലെടുത്തു. ഇസ്ലാമിനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും എന്ന് അയാൾ ദൃഢപ്രതിജ്ഞയെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചപ്പോൾ അയാൾ കോപതാപങ്ങളാൽ അങ്ങേയറ്റം പ്രകോപിതനായി. അയാൾ ഈ കോപം നിമിത്തം ഇസ്ലാമിനെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. മക്കയിലെത്തി തന്റെ വാക്സാമർത്ഥ്യവും അതുപോലെ കവിതകളും ഉപയോഗിച്ച് അയാൾ ഖുറൈശികളുടെ ഹൃദയത്തിലും ഇസ്ലാമിന് എതിരെയുള്ള വികാരങ്ങൾ ആളിക്കത്തിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളോടുള്ള രക്തദാഹം നിറച്ചു. നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ വധിക്കപ്പെട്ടിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ വെറുതെ ഇരിക്കുന്നു, പോയി അവരോട് പ്രതികാരം ചെയ്യുവിൻ എന്ന് അയാൾ പറഞ്ഞു. അവരെല്ലാവരും പ്രകോപിതരായിക്കൊണ്ട് പ്രതികാര വാഞ്ചയോടുകൂടി, ശത്രുതയോടുകൂടി ഇയാളുടെ പ്രഭാഷണങ്ങളും കവിതകളും കേട്ട് പ്രകോപിതരായിക്കൊണ്ടിരുന്നു. കാബ് ഇപ്രകാരം അവരെ എല്ലാവരെയും ഇളക്കി വിടുകയും അതുപോലെ അതിനുശേഷം കാബാലയത്തിന്റെ മുറ്റത്ത് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കാബ പൊതിഞ്ഞിരുന്ന പുതപ്പ് അവരുടെ കയ്യിൽ വെച്ചുകൊണ്ട് അവരോടൊക്കെ തന്നെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വന്ധ്യ സ്ഥാപകനെയും ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും, ഇസ്ലാമിനെ നാമാവശേഷമാക്കുന്നതുവരെ ഞങ്ങൾ സ്വസ്ഥമായി ഇരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. മക്കയിൽ ഇതുപോലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷം അയാൾ അവിടം കൊണ്ട് നിർത്തിയില്ല. മറിച്ച് ആ ദുർഭകനായ വ്യക്തി അറേബ്യയിലെ മറ്റു ഗോത്രങ്ങളുടെ അടുത്തും പോയി, അതുപോലെ ഓരോ സമുദായത്തിന്റെ അടുത്തും ഓരോ ഗോത്രത്തിന്റെയും അടുത്ത് പോയി ഇസ്ലാമിക വിരുദ്ധത അവരിൽ ആളിക്കത്തിച്ചു. പിന്നീട് മദീനയിൽ വന്നുകൊണ്ട് തന്റെ ദ്രോഹപ്രവർത്തനങ്ങൾ, ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു. അതുപോലെ അമുസ്ലിങ്ങളുടെ ഇടയിൽ തന്റെ കവിതകൾ കൊണ്ട് അവരെ മുസ്ലിം വിരുദ്ധ വികാരത്തിലേക്ക് നയിക്കുകയും അതുപോലെ ജൂതന്മാരുടെ ഇടയിൽ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് അസഭ്യമായ നിലയിൽ അനാവശ്യം പറഞ്ഞു പ്രചരിപ്പിക്കുകയും അവരെ ഇളക്കിവിടുകയും ചെയ്തു. അവസാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും പദ്ധതിയിട്ടു. ഒരു ഭക്ഷണ സൽക്കാരം എന്ന വ്യാജേന അയാൾ തന്റെ വീട്ടിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനും അതുപോലെ ജൂതന്മാരായ ചില ചെറുപ്പക്കാരെ അങ്ങയെ വധിക്കാൻ ഏർപ്പെടുത്താനും ഉള്ള ശ്രമങ്ങൾ നടത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സമയത്ത് ഇതേക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹു ഇക്കാര്യം അങ്ങയെ അറിയിച്ചു. അപ്പോൾ അയാളുടെ ഈ പദ്ധതി പൊളിഞ്ഞു. ഇതൊക്കെ ആയപ്പോൾ, അതായത് കാബ് വാഗ്ദാന ലംഘനം നടത്തി ഉടമ്പടി തെറ്റിച്ചു, അതുപോലെ കാബ് രാജ്യദ്രോഹം നടത്തി, പ്രക്ഷോഭം നടത്തി, അതായത് ഭരണത്തിനെതിരെ തിരിഞ്ഞു, അതുപോലെ യുദ്ധത്തിന് മറ്റുള്ളവർക്ക് പ്രേരണ നൽകി, അതുപോലെ ഫിത്നയുണ്ടാക്കി, അനാവശ്യങ്ങൾ പറഞ്ഞു നടന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഈ ആരോപണങ്ങളൊക്കെ തന്നെ തെളിയിക്കപ്പെട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ
ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ, അതായത് മദീനയിൽ വന്നതിനു ശേഷം മദീനാവാസികളുമായി ഉണ്ടായിരുന്ന മദീന റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും അതുപോലെ മേലധികാരിയുമായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ അഷ്റഫിനെ ഈ നടപടികളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് അർഹനായി പ്രഖ്യാപിക്കുകയും സഹാബാക്കളിൽ ചിലരെ അക്കാര്യത്തിനായി ഏൽപ്പിക്കുകയും ചെയ്തു. ചില കാര്യങ്ങളാൽ, സവിശേഷ സാഹചര്യങ്ങളാൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ കാബിനെ എല്ലാവരുടെയും മുമ്പാകെ വധിക്കരുതെന്നും രഹസ്യമായ നിലയിൽ അവസരം നോക്കിക്കൊണ്ട് അയാളെ വധിക്കണമെന്നും അങ്ങ് താക്കീത് നൽകി. ഈ ഉത്തരവാദിത്വം അങ്ങ് ഔസ് ഗോത്രത്തിലെ ഒരു ആത്മാർത്ഥനായ സഹാബിയായ മുഹമ്മദ് ബിൻ മുസ്ലിമയുടെ ചുമതലയിൽ, എന്നിട്ട് ഏതുതന്നെ മാർഗം അവലംബിച്ചാലും ഔസ് ഗോത്ര തലവനായ സാദ് ബിൻ മാസിന്റെ അഭിപ്രായം എന്തായാലും എടുക്കണം എന്ന് അദ്ദേഹത്തിനോട് താക്കീത് ചെയ്തു. അങ്ങനെ മുഹമ്മദ് ബിൻ മുസ്ലിമ സാദ് ബിൻ മാസിന്റെ അഭിപ്രായ പ്രകാരം അബൂനായിലെയും 2-3 സഹാബികളും ചേർന്ന് കാബിനെ വധിച്ചു. അതിന്റെ യുക്തി എന്തായിരുന്നു, ഏത് രീതിയിലായിരുന്നു കാബിനെ വധിച്ചത് എന്ന വിശദീകരണം ഞാൻ പറഞ്ഞതുപോലെ മുൻ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിവരിച്ചതാണ്. ചില സഹാബാക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത്, എന്തായാലും യുക്തി പ്രകാരം രാത്രി സമയം വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അയാളെ വധിക്കുകയുണ്ടായി. ആ വധത്തെക്കുറിച്ചുള്ള വാർത്ത പിറ്റേന്ന് രാവിലെ ആ മദീനയാകെ പരക്കുകയുണ്ടായി. എല്ലാവരും, അതായത് യഹൂദികളൊക്കെ തന്നെ ഇത് കേട്ട് വളരെയധികം പ്രകോപിതരായി. 2-ാമത്തെ ദിവസം രാവിലെ തന്നെ യഹൂദികൾ ഒരു സംഘമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് പരാതി ബോധിപ്പിച്ചു. ഞങ്ങളുടെ നേതാവായ കഅബ് ബിൻ അഷ്റഫിനെ ഈ വിധത്തിൽ വധിച്ചിരിക്കുന്നു എന്നറിയിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകൾ കേട്ടതിനു ശേഷം പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ കഅബ് ഏതൊക്കെ അപരാധങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അതിന് പകരമായാണ് അയാൾ വധിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അയാളുടെ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത്. കഅബ് എപ്രകാരമാണ് പ്രതിജ്ഞ ലംഘിച്ചത്, അതുപോലെ യുദ്ധത്തിന് മറ്റുള്ളവരെ ഉത്സുകരാക്കിയത്, ഫിത്ന ഉണ്ടാക്കിയത്, അസഭ്യം പറഞ്ഞു നടന്നത്, അതുപോലെ വധശ്രമം നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ അവരെ ഓർമ്മിപ്പിച്ചു. അത് കേട്ടപ്പോൾ അവരെല്ലാവരും ഭയന്നുകൊണ്ട് മൗനം പാലിച്ചു. അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു എന്ന്. അതിനുശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളും കുറഞ്ഞ പക്ഷം ഇനിയെങ്കിലും സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും കൂടെ ശത്രുതയും ഫിത്നയും ഫസാദുമൊക്കെ വെടിഞ്ഞ് ജീവിക്കേണ്ടതാണ്. അങ്ങനെ യഹൂദികളുടെ ആഗ്രഹപ്രകാരം ഭാവിയിലേക്ക് വേണ്ടി മറ്റൊരു പുതിയ ഉടമ്പടി തയ്യാറാക്കപ്പെട്ടു. അതായത് യഹൂദികൾ മുസ്ലിങ്ങളുമായി സമാധാനത്തോടെ കഴിഞ്ഞുകൂടും എന്നും യാതൊരു ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയില്ല എന്നും പുതുതായി 2-മതും ഉടമ്പടി ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ഉടമ്പടിക്ക് ശേഷം ചരിത്രത്തിൽ എവിടെയും യഹൂദികൾ കഅബ് ബിൻ അഷ്റഫിന്റെ വധത്തെക്കുറിച്ച് മുസ്ലിങ്ങളെ കുറ്റാരോപിതരാക്കിയതായി കാണാൻ സാധിക്കുകയില്ല. കാരണം അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഈ ശിക്ഷക്ക് അയാൾ അർഹനാണ് എന്ന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ശിക്ഷ നൽകിയില്ല എന്ന് എവിടെയെങ്കിലും പറയുകയുണ്ടായില്ല. അതുപോലെ അക്കാര്യം അറിയില്ല എന്നും പറഞ്ഞില്ല. മറിച്ച് അയാൾ ചെയ്ത ഓരോരോ കാര്യങ്ങളും അങ്ങ് എണ്ണിപ്പറയുകയുണ്ടായി. അതുപോലെ ഭരണാധികാരി എന്ന നിലയിൽ അങ്ങേക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അതുപോലെ മദീനയിലെ മറ്റു പ്രമാണികൾക്കും ഈ തീരുമാനത്തിൽ പങ്കുണ്ടായിരുന്നു. അതായത് സാദ് ബിൻ മാസ് പോലുള്ള സഹാബാക്കൾക്ക്. കബീല ഗോത്രമായ ബനു നസീർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിപ്രയോഗത്തിലൂടെ കല്ല് വീഴ്ത്തി വധിക്കാൻ പദ്ധതിയിട്ടു. അള്ളാഹു വഹ്യ് മുഖേന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇക്കാര്യം അറിയിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം ആ ഗോത്രത്തിലേക്ക് പോയതായിരുന്നു. ഉടൻ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നു. തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തെ ഉപരോധിക്കാനായി കൽപ്പിച്ചു. റബീഉൽ അവ്വൽ 4 ഹിജ്രിക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മരക്ഷാർത്ഥം നിർബന്ധിതനായിക്കൊണ്ട് ബനു നസീറിനെതിരെ യുദ്ധം നയിച്ചു. അതിന്റെ ഫലമായി
അവസാനം ഈ ഗോത്രം മദീനയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ നസീറിന്റെ യുദ്ധത്തിൽ ലഭിച്ച മുതൽ കിട്ടിയതിനു ശേഷം ഹസ്രത്ത് സാബിത്ത് ബിൻ കേസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ ആളുകളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടുക. അപ്പോൾ ഹസ്രത്ത് സാബിത്ത് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ഖസ്റജിനെയാണോ വിളിക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഏത് ഗോത്രത്തിൽപ്പെട്ട ആളായാലും എല്ലാ അൻസാരികളെയും ഇവിടെ വിളിച്ചു കൂട്ടുക. അങ്ങനെ ഔസിലെയും ഖസ്റജിലെയും എല്ലാവരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ആദ്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അർഹിക്കുന്ന വിധത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും തുടർന്ന് അൻസാരിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുഹാജിരിങ്ങളുടെ മേൽ ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരെ നിങ്ങളുടെ വീട്ടിൽ പാർപ്പിച്ചു. അതുപോലെ നിങ്ങളുടെ ജീവനേക്കാൾ അവരുടെ ജീവന് വില നൽകി. ഇക്കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം, അതായത് അൻസാരിങ്ങൾ മുഹാജിരിങ്ങളുടെ മേൽ എപ്രകാരമാണ് ഔദാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബനൂ നസീറിൽ നിന്നും ലഭിച്ച യുദ്ധം മുതൽ നിങ്ങളുടെയും മുഹാജിരിങ്ങളുടെയും ഇടയിൽ തുല്യമായി വീതം വെക്കാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ മുഹാജിരിങ്ങൾ മുമ്പേ പോലെ നിങ്ങളുടെ വീടുകളിൽ തന്നെ താമസിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്വത്തിൽ നിന്നും അവർക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരും. അതായത് യുദ്ധം മുതലാണ് നിങ്ങൾ പറയുന്നത് പോലെ വീതം വെക്കാം. പകുതി നിങ്ങൾക്കും പകുതി മുഹാജിരിങ്ങൾക്കും നൽകാം. എന്നാൽ അപ്പോൾ മുമ്പുള്ളതുപോലെ നിങ്ങളുടെ വീടുകളിൽ തന്നെയായിരിക്കും അവർ താമസിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് ഔദാര്യപൂർവ്വം പെരുമാറേണ്ടതായി വരും. എന്നാൽ മറ്റൊരു മാർഗമുള്ളത്, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ യുദ്ധം മുതൽ മുഴുവനായും മുഹാജിരിങ്ങൾക്ക് ഇടയിൽ മാത്രം വീതം വെക്കാവുന്നതാണ്. അപ്പോൾ അൻസാരിങ്ങൾക്ക് യാതൊന്നും തന്നെ യുദ്ധമുതലിൽ നിന്നും ലഭിക്കുന്നതല്ല. അതായത് മുഹാജിരിങ്ങളുടെ ഇടയിൽ തന്നെ ഇത് വിതരണം ചെയ്തതിനു ശേഷം അവർക്ക് ലഭിച്ച ധനം കൊണ്ട് അവർ നിങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് തങ്ങളുടേതായ താമസ സൗകര്യം ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹസ്രത്ത് സാദ് ബിൻ ഉബാദിയും ഹസ്രത്ത് സാദ് ബിൻ മുആസും പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ഈ യുദ്ധം മുതൽ മുഴുവനായും മുഹാജിരിങ്ങളുടെ ഇടയിൽ തന്നെ വീതം വെക്കുക. ഈ യുദ്ധം മുതൽ മുഴുവൻ നൽകിയതിനു ശേഷവും അവർ ഞങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് മുമ്പുള്ളതുപോലെ ഞങ്ങളോടൊപ്പം താമസിക്കാവുന്നതാണ്. അതുപോലെ ഞങ്ങളുമായുള്ള സാഹോദര്യ ബന്ധം നിലനിർത്താവുന്നതുമാണ്. അൻസാറുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇക്കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇക്കാര്യത്തിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഭവവും ഇത് സംബന്ധിച്ചില്ല. എല്ലാ യുദ്ധമുതലും മുഹാജിരിങ്ങൾക്ക് തന്നെ നൽകുക. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, അൻസാറുകൾക്കു മേൽ കരുണ ചൊരിയണമേ, അൻസാറുകളുടെ മക്കൾക്കു മേലും കരുണ ചൊരിയണമേ. അങ്ങനെ അൻസാറുകളിൽ ആവശ്യക്കാരായ 2 വ്യക്തികൾ ഒഴികെ, അതായത് സഹൽ ബിൻ ഹനീഫ്, അബു ദജാന എന്നിവരൊഴികെ മറ്റാർക്കും തന്നെ യുദ്ധം മുതൽ നൽകുകയുണ്ടായില്ല. എന്നാൽ ഹസ്രത്ത് സാദ് ബിൻ മുആസിന് അബൂ ഹക്കീഖ് എന്ന യഹൂദിയുടെ വാള് നൽകുകയുണ്ടായി. ആ വാള് യഹൂദികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായിരുന്നു. അതുപോലെ മറ്റൊരു വാള് ഹസ്രത്ത് മുആസിനും നൽകുകയുണ്ടായി. ഇഫ്കിന്റെ സംഭവം, അതായത് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ഉള്ള അപവാദത്തെ സംബന്ധിച്ച സംഭവം നടന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും അതുപോലെ അങ്ങയുടെ കുടുംബത്തിനും ഇക്കാര്യം വളരെയധികം വിഷമം സൃഷ്ടിച്ചു. അതായത് മുനാഫിക്കീങ്ങളുടെ ഈ തെറ്റായ പ്രവൃത്തി കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം തനിക്ക് വിഷമമുണ്ടാക്കി എന്ന് സഹാബാക്കളോടും പറയുകയുണ്ടായി. അപ്പോഴും ഹസ്രത്ത് സാദ് ബിൻ മുആസ് തന്റെ അർപ്പണത്തിന്റെയും ആത്മാർത്ഥതയുടെയും മാതൃക കാഴ്ചവെക്കുകയുണ്ടായി. ഈ സംഭവം വളരെ വിശദമായി തന്നെ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. ഒരു സഹാബി ഹസ്രത്ത് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് മുൻ ഖുതുബയിൽ ഞാനും ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹസ്രത്ത് സാദിനെ കുറിച്ചുള്ള ഭാഗം മാത്രം ഇവിടെ അവതരിപ്പിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ ഇത് സംഭവിച്ചതിനു ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് സഹാബാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ചോദിച്ചു, എന്നെ പ്രയാസത്തിലാക്കിയ ആ വ്യക്തിയിൽ നിന്നും എന്നെ ആരാണ് രക്ഷിക്കുക? അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിനെ കുറിച്ചായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്രത്ത് സാദ് ബിൻ മുആസ് പറഞ്ഞു, ഓസ് ഗോത്രത്തിന്റെ തലവനായിരുന്നു
അദ്ദേഹം പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ആ വ്യക്തി ഞങ്ങളുടെ ഇടയിലുള്ള ആളാണെങ്കിൽ ഞങ്ങൾ അയാളെ വധിക്കാൻ തയ്യാറാണ്. അതുപോലെ ഖസ്റജിന്റെ ഇടയിലുള്ള ആളാണെങ്കിൽ കൂടിയും ഞങ്ങൾ അയാളെ വധിക്കാൻ തയ്യാറാണ്. ഖന്തക്ക് യുദ്ധവേളയിൽ അബൂ സുഫിയാൻ ബനു നസീറിന്റെ ഹുവൈ എന്ന പ്രമാണിയെ ബനു ഖുറൈസയുടെ കാബ് ബിൻ അസ്വദ് എന്ന പ്രമാണിയുടെ അടുത്തേക്ക് അയച്ചുകൊണ്ട് മുസ്ലിങ്ങളുമായി ഉള്ള ഉടമ്പടി അവസാനിപ്പിക്കണമെന്നും അവർ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അവരെ പ്രലോഭനങ്ങൾ മുഖേന അതിന് സമ്മതിപ്പിക്കണമെന്നും അതുപോലെ മുസ്ലിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് ഉറപ്പുവരുത്തണമെന്നും അതുപോലെ മുസ്ലിങ്ങളുമായി ചെയ്ത ഉടമ്പടികളൊന്നും പാലിക്കരുത് എന്നും അതുപോലെ മക്കയിലെ കുഫാരിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും പറയുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് സീറത്ത് ഖാത്തമുൻ നബിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയുടെ അപകടകരമായ വിശ്വാസ വഞ്ചനയെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം ആദ്യം 2-3 തവണ രഹസ്യമായ നിലയിൽ സുബൈർ ബിൻ അവാമിനെ അയച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നീട് കൃത്യമായ നിലയിൽ ഔസ് ഖസ്റജ് ഗോത്ര തലവന്മാരായ സാദ് ബിൻ മാസ്, സാദ് ബിൻ ഉബാദ, അതുപോലെ മറ്റു ചില സ്വാധീനമുള്ള സഹാബാക്കളെയും ഒരു സംഘമാക്കി ബനു ഖുറൈസയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് അവരോട് പ്രത്യേകമായ നിലയിൽ പറഞ്ഞു, അവിടെ നിന്നും പരിഭ്രാന്തജനകമായ എന്തെങ്കിലും വാർത്തയാണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരുടെയും മുമ്പാകെ അത് പറയരുത്, മറിച്ച് സൂക്ഷിച്ചു വേണം അക്കാര്യം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ജനങ്ങൾ പരിഭ്രാന്തരാകും എന്ന് താക്കീത് ചെയ്യുകയുണ്ടായി. ഇവർ ബനു ഖുറൈസയുടെ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ ഗോത്രത്തലവനായ കാബ് ബിൻ അസ്വദിന്റെ അടുത്ത് പോയി ആ ദുർഭകനായ വ്യക്തി വളരെയധികം അഹങ്കാരത്തോടുകൂടി അവരോട് പെരുമാറി 2 സാധുമാരോടും, അതായത് സാദ് ബിൻ മുആസിനോടും ഹസരത്ത് സാദ് ബിൻ ഉബാദയോടും ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ദേഷ്യത്തോടുകൂടി പറയുകയുണ്ടായി. അതായത് അവർ പറയുകയുണ്ടായി, നിങ്ങൾ ഇവിടുന്ന് പോകുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഞങ്ങൾക്ക് യാതൊരു ഉടമ്പടിയുമില്ല. ഇത് കേട്ടപ്പോൾ സഹാബാക്കളുടെ ആ സംഘം തിരിച്ചു വന്നുകൊണ്ട് സാദ് ബിൻ മുആസും സാദ് ബിൻ ഉബാദയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് ഉചിതമായ നിലയിൽ ഇക്കാര്യം അങ്ങേ അറിയിച്ചു. എന്തായാലും ആ സമയത്ത് അവരുടെ ആ നീക്കം മുസ്ലിങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. കാരണം മക്കയിലെ കുഫാരിങ്ങൾ മദീനയെ 4 ഭാഗത്തു നിന്നും വളഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ സ്ഥിതി ആയിരുന്നതുകൊണ്ട് ആ ഗോത്രത്തിനെതിരെ നടപടിയെടുക്കാനും നിർവാഹമുണ്ടായിരുന്നില്ല. യുദ്ധം കഴിഞ്ഞതിനു ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അള്ളാഹു കശ്ഫ് മുഖേന ബനു ഖുറൈസയുടെ വിശ്വാസവഞ്ചനയെക്കുറിച്ചും രാജ്യദ്രോഹത്തെക്കുറിച്ചും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിപ്പ് നൽകുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകാൻ കൽപ്പന നൽകുകയും ചെയ്തു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടുമായി പറഞ്ഞു, ബനു ഖുറൈസയുടെ കോട്ടകളിലേക്ക് എല്ലാവരും പോകുക, അവിടെ ചെന്ന് എല്ലാവരും അസ്ർ നമസ്കരിക്കുക. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പെട്ടെന്ന് തന്നെ ഹസ്രത്ത് അലിയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം സഹാബാക്കളെ അങ്ങോട്ടേക്ക് അയക്കുകയുണ്ടായി. ആ യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ കുറച്ച് അധികമുണ്ട്. ഹസ്രത്ത് സാദ് ബിൻ മാസിന് ആ യുദ്ധത്തിലെ അവസാന തീരുമാനത്തിലും ഒരു പങ്കുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പോൾ സമയമില്ല, ഇൻഷാ അല്ലാ അത് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله
إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.